ഹലോ ഗൈസ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ ഞാൻ സിനിമ റിവ്യൂസും തിയേറ്റർ റിവ്യൂസാണ് ഇടുന്നത്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് ഒക്ടോബർ 3 കാന്താര 2 ദ ലെജൻഡ് ചാപ്റ്റർ 1 എന്നുള്ള മൂവി കാണാനാണ് വന്നിരിക്കുന്നത്. ആസൂഷ്യൽ ഏരീസ് പ്ലക്സിൽ. ഞാൻ ഈ ഫസ്റ്റ് ഡേ സിനിമ കാണാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരത്തെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ എന്തോ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഡേ കാണാത്ത പടം. റിവ്യൂസൊക്കെ കണ്ടിട്ട് പോകുന്നതാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പോൾ റിവ്യൂസ് വന്നപ്പോൾ 1 പോസിറ്റീവ് റിവ്യൂസ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ ടിക്കറ്റ് നോക്കിയപ്പോൾ ഒരു ടിക്കറ്റും ഇല്ല. റിവ്യൂസും കൂടെ പോസിറ്റീവ് വന്നുകൊണ്ട് ടിക്കറ്റ് ഇല്ല. അപ്പോൾ എന്തായാലും സെക്കൻഡ് ഡേ ഒക്ടോബർ 3 ഞാൻ ടിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. OD1 തന്നെ മലയാളം. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ള എൻ്റെ ഒരു ഫുൾ ഒപ്പീനിയൻ ഞാൻ ഈ സിനിമ കണ്ടിട്ട് പറയാം. അപ്പോൾ നമുക്കിനി ഇൻ്റർവെൽ വരെ എന്താണെന്നുള്ള കാര്യം കണ്ടിട്ട് നമുക്ക് പറയാം. ഞാൻ കൂടുതൽ ഇനി കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്കിനി OD1 കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഞാൻ ഫസ്റ്റ് ഡേ ഗൈസ് കാണാൻ വരാത്തതെന്ന് പറഞ്ഞൊരു പേടി കാരണം മെയിൻലി ഞാൻ വരാത്ത ഈ സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ റിവ്യൂസൊക്കെ കണ്ടിട്ട് വരാമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോൾ എന്തായാലും നല്ല റിവ്യൂസ് വന്നിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ OD1 തന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. മാക്സിമം നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ഏരിയയിൽ ആൾക്കാരാണെങ്കിൽ മാക്സിമം ഏരീസ് പ്ലക്സ് തന്നെ വന്ന് സിനിമ കാണുക. ആ ഒരു OD1 തന്നെ വന്നിരുന്ന് കണ്ട ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും കിട്ടും. ഞാൻ എന്തായാലും മലയാളമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. മലയാളം ഡബ്ബ് വലിയ കുഴപ്പമില്ലെന്നാണ് എല്ലാവരും കണ്ടിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കുറച്ച് ഫ്രണ്ട് റോ ആയിപ്പോയി. കാരണം ഞാൻ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ ഞാൻ മറന്നു വെച്ചു. അതുകൊണ്ട് എന്തായാലും കുറച്ച് ഫ്രണ്ടില്ല റോ കിട്ടിയിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. അപ്പം ഞാൻ എന്തായാലും ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് എൻ്റെ അഭിപ്രായം എന്തായാലും പറയാം. വർഷം മുമ്പെയുള്ള ഈ സ്ഥലത്തിന്റെ ദിവ്യനാമം ഹലോ ഗൈസ്, അങ്ങനെ ഫസ്റ്റ് ഹാഫ് കണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്താ പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് വരെ നമുക്കൊരു കോമഡി എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ കണ്ട് തീർക്കാം. ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് എവിടെയൊക്കെ ലാഗായിട്ട് തോന്നി. പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫിൽ ആ പേടിപ്പെടുത്തുന്ന രീതിയൊക്കെ ഉണ്ട്. പക്ഷേ അത് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കുറവാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഹാഫ് വരെ കണ്ടപ്പോൾ നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു നല്ല എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ പാട്ടും എല്ലാം കൊണ്ട് നമുക്ക് ഒരു കോമഡി രീതിയിൽ ജസ്റ്റ് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് ഹാഫ്. കുറ്റം പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. വിഷ്വൽ വൈസ് ഗംഭീരം എന്ന് തന്നെ പറയാം. കാരണം ഇങ്ങനെ ഇത്രയും കളർ ഗ്രേഡിങ് നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു മൂവിനെ ഈയിടയ്ക്കാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ആ ഒരു രീതി ഇഷ്ടപ്പെട്ടു. കാരണം ആ എഡിറ്റിംഗ് രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ആ ഒരു കളർ ഗ്രേഡിങ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ ഒരു കോമഡി ആ ടൈപ്പ് എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ ഫസ്റ്റ് ഹാഫ് കാണിച്ചിട്ടുള്ളൂ. ഇനി സെക്കൻഡ് ഹാഫിലാണെങ്കിൽ ഇനി കൂടുതൽ ആ സംഭവങ്ങൾ ഉള്ളത്. റിവ്യൂ ഒക്കെ കേട്ടപ്പോൾ സെക്കൻഡ് ഹാഫിലാണ് വേറെ സംഭവം എന്ന് കേട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. എന്താ പറയുക, അങ്ങനെ നമുക്ക് ഈ നേരത്തെ ഉള്ള കോൺട്രവേഴ്സി പോലെ അങ്ങനെ പേടിപ്പിക്കുന്ന രീതിയോടെ എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ തോന്നിയില്ല. ഫുൾ അങ്ങ് എന്തോ നിങ്ങൾ ഇങ്ങനെ സിനിമ കാണാൻ പോരുതെന്നുള്ള രീതിയിലൊന്നും എനിക്ക് ആ ടൈപ്പ് അങ്ങനെ തോന്നിയിട്ടില്ല. എന്നാലും നിങ്ങൾ ഈ സിനിമ മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക. ഞാൻ നേരത്തെ പറഞ്ഞു തിരുവനന്തപുരം ഏരിയയിലുള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം ഏരീസ് പ്ലക്സ് തന്നെ പോയിരുന്ന് കാണുക. OD1 തന്നെ ടിക്കറ്റ് കിട്ടിയാൽ അത്രയും ലാഭമെന്ന് പറയും. കാരണം ആ ഒരു സൗണ്ട് ക്വാളിറ്റി വേറെ ലെവലിൽ തന്നെ പറയാം. മാക്സിമം ബാക്ക് സീറ്റ് നോക്കി ബുക്ക് ചെയ്താൽ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ ഒരു സൗണ്ട് ക്വാളിറ്റിയും വിഷ്വലൊക്കെ മാക്സിമം കുറച്ചും കൂടെ ബാക്ക് സീറ്റ് ബുക്ക് ചെയ്താൽ ആ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി സെക്കൻഡ് ഹാഫും കൂടെ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അങ്ങനെ ഗൈസ് പടം ഫുൾ കണ്ട് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. എന്താ പറയുക, സെക്കൻഡ് ഹാഫാണ് പടം വേറെ ലെവലിലേക്ക് തന്നെ മാറുന്നത്. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു കോമഡി എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫിലാണെങ്കിൽ നമ്മൾ ക്ലൈമാക്സ് ഒരു 1/4 മണിക്കൂർ നമ്മൾ തന്നെ അങ്ങ് സത്യം പറഞ്ഞാൽ പേടിച്ചു പോകും. എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അങ്ങ് തൊഴുതു. അത്രയും രീതിയിലാണ് അത്രയും ഗംഭീരമായിട്ട് ആ ക്ലൈമാക്സ് ചെയ്തിരിക്കുന്നത്. നമ്മളങ്ങ് എനിക്ക് പെട്ടെന്ന് ക്ലൈമാക്സ് തീർന്നതായിട്ട് തോന്നി. പെട്ടെന്ന് ചടയം തീർന്ന പോലെ തോന്നി. എനിക്ക് 2.25 മണിക്കൂറെന്ന് സിനിമയുടെ ലെങ്ത്. എന്നാലും ക്ലൈമാക്സ് ആയപ്പോഴത്തേക്ക് ഷടേന്നും പറഞ്ഞ് അങ്ങ് തീർന്നത്. എന്നാലും ആ ക്ലൈമാക്സ് ഒരു 1/4 മണിക്കൂർ ഗംഭീരം തന്നെ പറയാം. അങ്ങ് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയും ജയറാമിൻ്റെ റോള് ഗംഭീരം എന്ന് തന്നെ പറയാം. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ജയറാമിൻ്റെ റോള് കണ്ടിട്ടില്ല. ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ ജയറാം ഒരു നോർമൽ രീതിയിലാണ്. സെക്കൻഡ് ഹാഫിൽ വേറെ ലെവൽ തന്നെ പറയാം. ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ വിചാരിച്ചു ജയറാം ഇതിലും കൊണ്ട് തല വെച്ചല്ലോ എന്ന്. പക്ഷേ
സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ ജയറാമിൻ്റെ നല്ലൊരു ഡിസിഷനാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയിൽ അഭിനയിച്ച സത്യം പറഞ്ഞ് ഗംഭീരം എന്ന് തന്നെ പറയാം. ഈ വേറെ അന്യഭാഷ സിനിമയിലൊക്കെ പോയി ജയറാം ചെയ്തതിനേക്കാൾ എത്രയോ ഭേദമാണ് ഈ സിനിമയിൽ ചെയ്തത്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ജയറാമിന് ആ കൊടുത്ത റോള് ഗംഭീരമായിട്ട് ജയറാം ചെയ്തിട്ടുണ്ട്. ഗംഭീരം എന്ന് തന്നെ പറയാം. എനിക്ക് ഇതിനകത്ത് ഋഷഭ് ഷെട്ടിയേക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ജയറാമിനെയാണ്. അല്ല കൂടുതലല്ല, ആ ഒരു റേഞ്ചിൽ തന്നെ ജയറാമിൻ്റെ രീതിയിൽ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് റൈറ്റർ അഭിനയിച്ചതല്ല ഋഷഭ് ഷെട്ടിയാണ്. അപ്പോൾ അയാളെ സമ്മതിച്ചു കേട്ടോ. ഈ 3 സംഭവം കൂടെ ഒറ്റ ടാസ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയമായാലും ഡയറക്ഷനായാലും എല്ലാം ഗംഭീരം എന്ന് തന്നെ പറയാം. എനിക്ക് ഈ സമയം നെഗറ്റീവ് പറയേണ്ട ഒന്നും തോന്നിയില്ല. എല്ലാം ഗംഭീരം എന്ന് തന്നെ പറയാം. മാക്സിമം ഞാൻ നേരത്തെ പറയുന്നത് ഞാൻ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾ ഇത് തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ലാസ്റ്റ് ആ ക്ലൈമാക്സൊക്കെ എന്ന് പറഞ്ഞാൽ ഗംഭീരം എന്ന് തന്നെ പറയാം. പിന്നെ മലയാളം ഡബ്ബ് വലിയ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു മലയാളം ഡബ്ബ്. പിന്നെ ആദ്യം വിചാരിച്ചു മലയാളം ഡബ്ബ് വളരെ മോശമായിരിക്കുമെന്ന്, പക്ഷേ മലയാളം ഡബ്ബ് വലിയ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഗംഭീരം എന്ന് തന്നെ പറയാം. തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. വേറെ എന്ത് പറയാം സിനിമ പറ്റി, എല്ലാം അടിപൊളിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ കാണാത്ത ആൾക്കാരാണെങ്കിൽ മാക്സിമം തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മിസ്സാക്കരുത്. തിയേറ്റർ മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസും കൂടെയാണ്. എനിക്ക് ഈ സിനിമയുടെ റേറ്റിംഗ് കൊടുക്കാൻ തോന്നിയിട്ട് 10ൽ 10 കൊടുക്കാൻ തോന്നിയിട്ടുണ്ട്. അത്രയും നല്ല രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ ക്വാളിറ്റി, ക്യാമറ ആംഗിള്, ഫ്രെയിംസ് എല്ലാം ഗംഭീരം എന്ന് തന്നെ പറയാം. ഞാൻ മെയിൻലി എടുത്ത് പറയുന്നത് ക്ലൈമാക്സിൽ കുറേ രംഗങ്ങളുണ്ട്, അതൊക്കെ തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണുക. നമ്മൾക്ക് ഗൂസ് ബംസ്, രോമാഞ്ചം അടിച്ച് നമ്മൾ ഇരിക്കും മിക്കവാറും. അത്രയും രീതിയിൽ ക്ലൈമാക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റിൽ കണ്ട എല്ലാം മാറ്റി സെക്കൻഡ് ഹാഫിലാണ്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഇതാണെങ്കിൽ കോമഡി, ഇത് എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫിലാണ് ആ പടം വേറെ ലെവലിലേക്ക് തന്നെ മാറുന്നത്. സെക്കൻഡ് ഹാഫാണ് ഈ പടത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ആ 10ൽ 10 റേറ്റിംഗ് കൊടുക്കുക എന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലാണ് ആ പടം ഇരിക്കുന്നത്. എനിക്ക് എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കാണാനുള്ള രീതിയിൽ പ്ലാനിലിരിക്കുക. ചിലപ്പോൾ മിക്കവാറും ഒന്നും കൂടെ ഒന്ന് കാണുക. അത്രയും രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അപ്പോൾ അടുത്ത ഏത് സിനിമ റിവ്യൂ ഇറങ്ങുന്നത് അന്ന് അതിൻ്റെ റിവ്യൂ ഇടാം. മിക്കവാറും ഇനിയിപ്പോൾ ഒക്ടോബർ 8 തീയതിയാണല്ലോ രാവണപ്രഭു 4K റിലീസ്. അപ്പോൾ അതിന് പറ്റുമെങ്കിൽ ഞാൻ ഒന്ന് കാണാം. അതിനെ പറ്റുമെങ്കിൽ ഞാൻ വന്ന് കാണുകയാണെങ്കിൽ റിവ്യൂ ഇടാം. ഇല്ലെങ്കിൽ നമുക്ക് ഇനി അടുത്ത ഏതെങ്കിലും സിനിമ ഇറങ്ങുമെങ്കിൽ അന്ന് കാണാം. അന്ന് തന്നെ റിവ്യൂ എന്തായാലും ഇടാം. അപ്പോൾ നിങ്ങൾ എന്തായാലും തിയേറ്റർ വന്ന് തന്നെ മാക്സിമം കാണുക. മാക്സിമം ഏരീസ് പ്ലക്സിൽ തന്നിരുന്ന് വന്ന് കണ്ട ആ ഒരു സൗണ്ട് ക്വാളിറ്റി എക്സ്പീരിയൻസ് ഒക്കെ ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. എനിക്ക് മലയാളം ബുക്ക് ചെയ്താലും വലിയ നെഗറ്റീവ് എനിക്ക് തോന്നിയില്ല. അങ്ങനെ നമുക്ക് ഡയലോഗൊക്കെ വലിയ കുഴപ്പമില്ലായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.